ഇതിൻ്റെ ചുറ്റും ഇതിനകത്ത് ഏറ്റവും വലിയ പോൾട്രി ഫാം, കാറ്റിൽ ഫീഡ് ഫാം, അതുപോലെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിൻ്റെ ഓർഗാനിക് അഗ്രികൾച്ചർ ഫാംസ്, പ്ലാന്റേഷൻസ്, ഇതെല്ലാമാണ് ഇവിടെ വരാൻ പോകുന്നത്. അത് ഒത്തിരി ഉണ്ട് ഇതിനകത്ത് സാൻഡ്വുഡ് റിസർച്ച് സെൻ്റർ ഉണ്ട്. ഇതെല്ലാം വരുന്ന ഒരു ഏരിയ ആണ്. എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കും അല്ലേ? അത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി. ഞാൻ ആദ്യം പറഞ്ഞു 100 കോടി രൂപയുടെ പ്രൊജക്റ്റിൽ 20 കോടി രൂപ കമ്പനി മുടക്കിയാണ് ഈ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്, സ്ഥലം ഏറ്റെടുത്ത് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഇന്ന് നമുക്ക് ഏകദേശം 80 കോടി രൂപ പബ്ലിക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു കമ്പനി ഓഫർ ചെയ്തത്. അതിൽ 65 കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ഈ സാറിൻ്റെ 10 ലക്ഷം ഉൾപ്പെടെ അതിനകത്ത് വരുന്നതാണ്. ഓക്കെ, ഈ സാർ ഇത് 10 ലക്ഷം രൂപ കാണാതെ ഇൻവെസ്റ്റ് ചെയ്തതിനൊരു കാരണമുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ 10 ലക്ഷം രൂപ സാർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ആദ്യ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ ഈ എഫ്രൈം കോട്ടേജിൽ വരുന്ന റെൻ്റൽ ഇൻകം, റെൻറ്റ് കിട്ടുമല്ലോ. നമ്മൾ സാധാരണ കോട്ടേജ് പോലെ നമുക്ക് 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കും ഒയോയിൽ റൂം ബുക്ക് ചെയ്യണമല്ലോ, ബുക്ക് ചെയ്യണ സംവിധാനം അല്ലല്ലോ അത്. അപ്പോൾ ഇതൊരു മിനിമം 5000 തൊട്ട് 10000 വരെ റെൻ്റൽ ഇൻകം കിട്ടുന്നതാണ് ഇവിടുത്തെ കോട്ടേജ്. അപ്പോൾ ഈ എഫ്രൈം കോട്ടേജിലെ ഇൻകം മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഏകദേശം ഒരു മാസം 2500 രൂപ ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ളത് ഇപ്പം മിൽക്ക്, അതോടൊപ്പം തന്നെ എഗ്ഗ്, ചിക്കൻ, അങ്ങനെയുള്ള എല്ലാ പിന്നെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ പ്രോഫിറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പെർ മന്ത് 1 lakh റുപ്പീസിന്, 1 lakh ഷെയറിന്, ഒരു ഷെയർ 1 lakh റുപ്പീസാണ്. 1 lakh ഷെയറിന് നമുക്കൊരു 7000 റുപ്പീസ് ആവറേജ് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ അത് നമ്മൾ ഗ്യാരണ്ടി പറയുന്നില്ല. കാരണം കൃഷിയാണ്, നമ്മുടെ കയ്യിൽ നിൽക്കില്ല. മുട്ടക്കച്ചവടക്കാരൻ്റെ കണക്കൊന്നും പറഞ്ഞ് ബിസിനസ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന ഒരു മിനിമം കണക്കത്തുള്ളൂ 2500 രൂപ 1 lakh റുപ്പീസിന്. അത് ഒരു റിട്ടേൺ, ROI എന്ന് വെച്ചാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം തിരിച്ചു കിട്ടുക എന്നൊരു സംവിധാനം. നമ്മൾ എറണാകുളത്തൊരു ഫ്ലാറ്റിൽ 50 ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് മേടിച്ചു. എത്ര രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും? 25000 രൂപ അല്ലേ? അതിൽ കൂടുതൽ കിട്ടുമോ? 25000 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ എത്ര നാൾ വേണം മുടക്കുകാശ് തിരിച്ചു കിട്ടാൻ? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 10 മാസം കൊണ്ട് 2.5 ലക്ഷം അല്ലേ? 100 മാസം കൊണ്ട് 25 ലക്ഷം. 200 മാസം എടുക്കും മുടക്കുകാശ് തിരിച്ചു കിട്ടാൻ. നിയർ ബൈ 17 കൊല്ലം എടുക്കും മുടക്കുകാശ് തിരിച്ചു കിട്ടാൻ. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ടറിൽ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാത്തത്. പക്ഷേ ടൂറിസം പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? ഒരു മാസം ഒരു റെസിഡൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൽ താമസിക്കാൻ, ഒരു 850 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള ഒരു ഫ്ലാറ്റിൽ താമസിക്കാൻ എത്ര രൂപ വാടക കൊടുത്താൽ മതി? ഞാനിപ്പോൾ പറഞ്ഞ പോലെ 25000 രൂപ വാടക കൊടുത്താൽ മതി. പക്ഷേ ഒരു 250 അല്ലെങ്കിൽ 300 സ്ക്വയർ ഫീറ്റ് ഒരു റിസോർട്ടിൽ താമസിക്കാൻ എത്ര രൂപ വാടക കൊടുക്കണം? ഒരു ദിവസം 20000 രൂപ അല്ലെങ്കിൽ 25000 രൂപ. ഡിഫറൻസ് വ്യത്യാസമോ? അപ്പോൾ റെസിഡൻഷ്യൽ സെക്ടറും ടൂറിസം സെക്ടറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കണക്കിൽ തെറ്റുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സെക്ടറാണ് നമ്മൾ ടൂറിസം പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 ലക്ഷം രൂപ ഇടുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഇടുന്ന വ്യക്തിക്ക് 25000 രൂപ വെച്ച് ഒരു മാസം കിട്ടിക്കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ട് മുടക്കാഴ്ച തിരിച്ചു കിട്ടും? എത്ര മാസം കൊണ്ട്? 25000 വെച്ച് 10 മാസം ആകുമ്പോൾ എത്രയായി? ഒരു മാസം 25000 രൂപ വെച്ച് 10 മാസം ആകുമ്പോൾ 2.5 ലക്ഷം. 20 മാസം ആകുമ്പോൾ 5 ലക്ഷം. 30 മാസം ആകുമ്പോൾ 7.5 ലക്ഷം. 40 മാസം ആകുമ്പോൾ 10 ലക്ഷം. നിങ്ങൾക്ക് കണക്കറിയില്ലാത്തതുകൊണ്ടല്ല, ബ്രെയിൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ കാശ് കിട്ടും. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. കാശുള്ളവൻ കാശുണ്ടാക്കി റിസോർട്ടും പണിത് ടൂറിസവും ചെയ്ത് വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കാശുണ്ടാക്കുന്നുണ്ട് അല്ലേ? ഇത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഈ 40 മാസം എന്ന് പറഞ്ഞാൽ എത്ര കാലമാണ്? വെറും 3 വർഷവും 4 മാസമാണ് ആണോ അല്ലയോ? അത് പോയി ഇതാ വന്നോലെ അത് കഴിഞ്ഞു. അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ അന്ന് ഞങ്ങൾ 6 ലക്ഷം രൂപയ്ക്ക് അവിടെ എടുത്തപ്പോൾ, 45 ലക്ഷം രൂപയ്ക്ക് കോട്ടേജ് എടുത്തപ്പോൾ ആ ഓഫർ ഇന്ന് ഇവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ, ഇത് ശ്രദ്ധിച്ചോ, 1 ലക്ഷം രൂപയുടെ ഷെയർ എടുക്കുന്ന വ്യക്തിക്ക് 1 ലക്ഷം രൂപയുടെ ഷെയർ ഫ്രീ ആയിട്ടുണ്ട്. കാരണം നമുക്ക് 15 ദിവസം കൊണ്ട് ഈ ഒരു ഷെയർ പ്രൊജക്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യുക. കാരണം MCAയിലാണ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിലാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. അത് ക്ലോസ് ചെയ്ത് നമ്മുടെ പുതിയ പ്രൊജക്റ്റിലേക്ക് പോവുക. വരാൻ പോകുന്ന പ്രൊജക്റ്റ് ആരുടെ പ്രൊജക്റ്റ് ആണെന്ന് അറിയാമോ? ഇതിൽ ഐഡിയ ഉണ്ടോ? സെൻട്രൽ മിനിസ്ട്രിയുടെ കീഴിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജീസിൻ്റെ കീഴിലുള്ള CSIR എന്ന ഓട്ടോണമസ് ബോഡി, അതിൻ്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന നരേന്ദ്രമോദി, ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നോളജി. ഇന്ന് ഇന്ത്യയിൽ
ഇന്ത്യയിൽ മാത്രമല്ല ചൈന, സൗത്ത് ആഫ്രിക്ക ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ആ ഒരു മെഷീൻ മാനുഫാക്ചർ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ, ഇന്ത്യക്ക് വെളിയിൽ എക്സ്പോർട്ട് ചെയ്യാനും ഉള്ള ലൈസൻസ് കിട്ടിയിരിക്കുന്നത് ജസ്പേഡിനാണ്. ഓക്കെ, അപ്പോൾ ആ പ്രൊജക്റ്റിന് മുമ്പ് നമുക്ക് ഈ പ്രൊജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിലുള്ള ഓഫർ 1 lakh എടുത്ത വ്യക്തിക്ക് 1 lakh ഫ്രീ. ഇപ്പോൾ ശശിധരൻ സാറ് 10 ലക്ഷം രൂപ കിട്ടും, അദ്ദേഹത്തിന് എത്ര ലക്ഷം രൂപയുടെ വരുമാനം കിട്ടും? 20 ലക്ഷം രൂപയുടെ വരുമാനം കിട്ടും. അപ്പോൾ 2500 എന്നുള്ള ഒരു മാസം, 25,000 എന്നുള്ള ഒരു മാസം എത്ര കിട്ടും? 50,000 രൂപ. 10 മാസം കൊണ്ട് എത്ര കിട്ടും? 5 ലക്ഷം. 20 മാസം കൊണ്ട് 10 ലക്ഷം. 20 മാസം എന്ന് പറഞ്ഞാൽ 1 കൊല്ലം 8 മാസവും ദേ പോയി ദാ വന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു വെരി മച്ച്.